സദ്ഗുരുവേ ശരണം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ വേണ്ടത് സ്പീക്കിംഗ് പ്രാക്ടീസാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് കണക്റ്റേഴ്സ് നിങ്ങളെ പഠിപ്പിച്ചിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്പീക്കിംഗ് പ്രാക്ടീസിന് പറ്റിയ ഒരു പാസേജാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പാസേജ് എന്ന് പറയുമ്പോൾ മൈ ഡെയിലി റുട്ടീൻ, അത് കുറച്ച് അഡ്വാൻസ് ലെവലിൽ നല്ല കണക്റ്റേഴ്സ് ഉപയോഗിച്ച് എങ്ങനെ സംസാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറേ പുതിയ ഫ്രേസസ് പഠിക്കും, വൊക്കാബുലറി പഠിക്കും, അതിനോടൊപ്പം ഒരു പാസേജ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുവാണ്. ഇതുപോലെയുള്ള പാസേജുകൾ പ്രാക്ടീസ് ചെയ്ത് വേണം നമ്മൾ ഓരോ സ്ട്രക്ചറും നല്ല തറോ ആക്കാൻ. അല്ലാതെ നമ്മളിങ്ങനെ കുറേ വായിച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മൾ അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരുന്നാൽ അത് ജസ്റ്റ് ഒരു പാസീവ് ലിസണിങ്ങേ ആവുന്നുള്ളൂ. നമ്മൾ ആക്റ്റീവായിട്ട് നമ്മൾ ലിസൺ ചെയ്യണം, ആക്റ്റീവായിട്ട് നമ്മൾ പഠിക്കണം, ആക്റ്റീവ് ലേണേഴ്സ് ആയിരിക്കണം. പാസീവ് ലേണേഴ്സ് ആയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആക്റ്റീവ് ലേണേഴ്സ് ആവാൻ വേണ്ട ഒരു പാസേജാണ് ഇന്നത്തേത്. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് ശരിക്കും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ പാസേജ് നന്നായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഡെയിലി റുട്ടീൻ എങ്ങനെയാണെന്ന് ഈ പഠിച്ച സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾ മാറ്റി എഴുതണം. എന്നിട്ട് അത് പറഞ്ഞു പഠിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നല്ല കുറേ കണക്റ്റേഴ്സും വൊക്കാബുലറിയും നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിൽ കിട്ടും. Okay, so welcome to English Guru's brand new episode. I am Ashalada Srijit. ഇപ്പോൾ ഡേ 20 ആണ് നമ്മുടെ 24 ഡേ ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ഒരു സീരീസ് ആയിട്ട് നമുക്കിത് എടുത്താൽ ദിസ് ഇസ് ഡേ 20. അപ്പോൾ നമുക്ക് തുടങ്ങാം. തുടങ്ങുന്നതിന് മുൻപ് ഇംഗ്ലീഷ് ഗുരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാ കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സിനാണ് ചേരണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ സയൻസ് ട്യൂഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ ഇഫ് യു വോണ്ട് സയൻസ് ട്യൂഷൻ കോൾ ടു ദാറ്റ് നമ്പർ. അപ്പോൾ എല്ലാം നോക്കി നിങ്ങൾ വിളിക്കുക. അപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എല്ലാ സെൻറ്റൻസും നിങ്ങൾ കൂടെ പറയണം. വെറുതെ കേട്ടിരുന്നാൽ പോരാ, പറഞ്ഞ് അത് കൂടെ പ്രാക്ടീസും കൂടെ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ആൻഡ് ഫ്രഷൻ അപ്പ്. സെൻറ്റൻസ് കണ്ടല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യമായിട്ട്, എല്ലാത്തിലും ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ്, ഏറ്റവും ആദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്ത് ചെയ്യും? ഐ വേക്ക് അപ്പ് ഏർലി. ഞാൻ നേരത്തെ എഴുന്നേൽക്കും. വേക്കപ്പ് ഏർലി, എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ പറയാനാണ് നമ്മൾ വേക്കപ്പ് എന്നുള്ള ഫ്രേസ് ഉപയോഗിക്കേണ്ടത്. ഐ വേക്കപ്പ് ആണ്, വോക്കപ്പ് ഒന്നും അല്ല കേട്ടോ. ഐ വേക്ക് അപ്പ് ഏർലി. ഞാൻ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. അതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള മീനിങ്. പക്ഷെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ പറയും എഴുന്നേൽക്കും. അപ്പോൾ ചിലരെന്ത് ചെയ്യുന്നറിയോ, അത് ഫ്യൂച്ചർ എന്ന് പറഞ്ഞെടുത്തിട്ട് വിൽ വേക്ക് എന്നൊക്കെ പറയാനായിട്ട് ചിലർ അങ്ങനെ തെറ്റായിട്ട് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിൽ വേക്ക് അല്ല, ഐ വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. അപ്പോൾ ഇവിടെ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ പറയൂ, എല്ലാവരും പറഞ്ഞോളേ എൻ്റെ കൂടെ. ഫസ്റ്റ് ഓഫ് ഓൾ I wake up early in the morning. പറയുന്നുണ്ടോ? ആൻഡ് ഫ്രഷൻ അപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രഷ് ആവും. നമ്മൾ പല്ല് തേച്ച് കുളിച്ച് റെഡി, ആ ഫ്രഷ് ആവും എന്നുള്ളത് അർത്ഥമാണ്. ടോയ്ലറ്റിലൊക്കെ പോയി നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് വരുന്നു. സോ ഫ്രഷൻ അപ്പ് ആവും, മുഖമൊക്കെ കഴുകി. പിന്നെയോ, ദെൻ ഐ സ്പെൻഡ് എ ഫ്യൂ മിനിറ്റ്സ് ഇൻ ക്വയറ്റ് റിഫ്ലെക്ഷൻ വിച്ച് ഹെൽപ്സ് മീ സ്റ്റാർട്ട് മൈ ഡേ വിത്ത് എ കാം മൈൻഡ്. ഇത് കുറച്ച് വലിയ സെൻറ്റൻസ് ആണ്, കുഴപ്പമില്ല. ദെൻ അതിനുശേഷം ഐ സ്പെൻഡ് എ ഫ്യൂ മിനിറ്റ്സ്, കുറച്ച് നിമിഷങ്ങൾ ഞാൻ ചിലവാക്കും. എന്തിന്? ഇൻ ക്വയറ്റ് റിഫ്ലെക്ഷൻ, അതായത് ശാന്തമായി ഇരുന്ന് ഞാൻ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. അതായത് ഇന്ന് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതിൻ്റെ മറ്റ് പല വിശദ വിവരങ്ങളും നമ്മളിങ്ങനെ മനസ്സിൽ അനലൈസ് ചെയ്യും. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ചിന്തിക്കുക എന്നുള്ള കാര്യമല്ല. നമ്മൾ പല കാര്യങ്ങളുടെയും നല്ലത് ചീത്ത, അത് മതിയോ ഇത് മതിയോ എന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിച്ച് അതിനെ ഒരു തീരുമാനമൊക്കെ എടുക്കുന്നതാണ് റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഇൻ ക്വയറ്റ് റിഫ്ലക്ഷൻ, അതായത് ഞാൻ വളരെ ശാന്തമായി ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. വിച്ച് ഹെൽപ്സ് മീ സ്റ്റാർട്ട് മൈ ഡേ വിത്ത് എ കാം മൈൻഡ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഈ പ്രവൃത്തി എന്നെ ആ ഒരു ദിവസം വളരെ നല്ല രീതിയിൽ കാമായിട്ട് തുടങ്ങാൻ സഹായിക്കും. ഇവിടെ വിച്ച് ഹെൽപ്സ് മീ എന്നുള്ളൊരു ഫ്രേസ് കണ്ടില്ലേ? ഇതെന്താണ് വിച്ച് ഹെൽപ്സ് മീ? ഇത് ആക്ച്വലി റിലേറ്റീവ് പ്രോനൗൺ ആണ്. അതൊക്കെ ഗ്രാമാറ്റിക്കലായിട്ട് നമ്മൾ വിച്ച്, ഹൂ, ഹൂം, വൈ, ഹൂസ് ഇതൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെന്തിനാണ് അവിടെ വിച്ച് ഉപയോഗിക്കുന്നത്. ഇവിടെ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ശാന്തമായി ഇരുന്ന് റിഫ്ലക്റ്റ് ചെയ്യുമല്ലോ, ചിന്തിക്കുമല്ലോ, അതിൻ്റെ ഉപയോഗം എന്താണ് എന്ന് പറയാനുള്ള ഒരു സെൻറ്റൻസും കൂടെ ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിച്ച് അവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു ക്വയറ്റ് റിഫ്ലക്ഷൻ എന്തിനു സഹായിക്കും? അതാണ് വിച്ച് ഹെൽപ്സ് മീ.
ആ ഒരു ദിവസം വളരെ കാമായിട്ട് തുടങ്ങാൻ എന്നെ സഹായിക്കുന്ന ആ റിഫ്ലക്ഷൻ ഞാൻ എല്ലാ ദിവസവും ചെയ്യാറുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ വിച്ചിനെ കുറിച്ചൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ബുക്ക് വാങ്ങിച്ചു, അത് നമ്മൾ ഇന്നലെയാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മളൊരാളുടെ അടുത്ത് പറയുമ്പോൾ ഞാൻ ഇന്നലെ വാങ്ങിച്ച ആ ബുക്ക് ഇതാണ് എന്നതെല്ലാം കൂടെ ഒറ്റ സെൻറ്റൻസ് ആക്കില്ലേ മലയാളത്തിൽ? അത് തന്നെ. അപ്പം ദിസ് ഈസ് ദ ബുക്ക് വിച്ച് ഐ ബോട്ട് യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ ഇന്നലെ വാങ്ങിച്ച ആ ബുക്ക് എന്ന് പറയണമെങ്കിൽ നമ്മളവിടെ വിച്ച് ചേർത്താലേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ പോട്ടെ. അതിന് ശേഷം എന്ത് ചെയ്യും? ആഫ്റ്റർ ദാറ്റ്. അപ്പോൾ അതിന് ശേഷം ആഫ്റ്റർ ദാറ്റ് ഐ ഗെറ്റ് റെഡി ആൻഡ് ഹാവ് എ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. അതിനുശേഷം ഐ ഗെറ്റ് റെഡി, ഞാൻ റെഡിയാകും. അതിനുശേഷം ഞാൻ റെഡിയാകും, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ആൻഡ് ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാം സിമ്പിൾ പ്രസൻ്റ് ആണ് അല്ലേ? ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ കഴിക്കാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. പറയുമ്പോൾ കഴിക്കും എന്ന് പറയുന്നതേ ഉള്ളൂ. ബട്ട് ദ മീനിങ് ഇസ് എവറി ഡേ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഐ ബിഗിൻ മൈ വർക്ക് ഓർ സ്റ്റഡീസ് വിത്ത് ഫുൾ കോൺസെൻട്രേഷൻ. അടുത്തത് അതിനുശേഷം, പിന്നെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, പിന്നെ ഐ ബിഗിൻ മൈ വർക്ക്, ഞാൻ എൻ്റെ ജോലി തുടങ്ങും. അല്ലെങ്കിൽ സ്റ്റഡീസ്, ചിലപ്പോൾ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ പഠിത്തം തുടങ്ങും. എങ്ങനെയാണ്? വിത്ത് ഫുൾ കോൺസെൻട്രേഷൻ, പൂർണ്ണമായ ഏകാഗ്രതയോടെ ശ്രദ്ധയോടെ ഞാൻ എൻ്റെ ജോലിയോ പഠിത്തമോ തുടങ്ങും. ഡ്യൂറിങ് ദിസ് ടൈം ഐ ട്രൈ ടു സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് കംപ്ലീറ്റ് മൈ ടാസ്ക് എഫിഷ്യൻ്റ്ലി. ഈ സമയത്ത്, ഡ്യൂറിങ് ദിസ് ടൈം എന്ന് വെച്ചാൽ ഈ സമയത്ത്, ഐ ട്രൈ ടു സ്റ്റേ ഫോക്കസ്ഡ്, ഞാൻ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കും. ഐ ട്രൈ ടു സ്റ്റേ ഫോക്കസ്ഡ്, ഒരു കാര്യത്തിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഫോക്കസ്, കേന്ദ്രീകരിച്ചിരിക്കും ശ്രദ്ധ. ഐ ട്രൈ ടു സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് കംപ്ലീറ്റ് മൈ ടാസ്ക്, എൻ്റെ ജോലികളെല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്യും. എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? എഫിഷ്യൻ്റ്ലി, വെറുതെ കംപ്ലീറ്റ് ചെയ്യല്ല, എഫിഷ്യൻ്റ്ലി, വളരെ നല്ല രീതിയിൽ, നല്ല പെർഫെക്റ്റായിട്ട്, കാര്യപ്രാപ്തിയോടെ ഞാനത് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ്. അപ്പം അവിടെ എഫിഷ്യൻ്റ്ലി എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുമ്പോഴാണ് അത് നമ്മൾ ഏത് രീതിയിൽ ചെയ്തു എന്നുള്ളതിനുള്ള ഒരു വാക്കവിടെ വരുന്നത്. മീൻ വൈൽ ഐ ഓൾസോ ടേക്ക് ഷോർട്ട് ബ്രേക്സ് സോ ദാറ്റ് ഐ ഡു നോട്ട് ഫീൽ എക്സോസ്റ്റഡ്. മീൻ വൈൽ, ഇതിനിടയിൽ. മീൻ വൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനിടയിൽ. ഐ ഓൾസോ ടേക്ക് ഷോർട്ട് ബ്രേക്സ്, ഞാൻ കുറച്ച് ഷോർട്ട് ബ്രേക്സുകളും എടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു ഇൻ്റർവെൽ എടുക്കും. സോ ദാറ്റ്, അതെന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ അതിൻ്റെ കാരണം പറയണം. അത് എടുക്കാറുണ്ട്. അതെന്തിനാണ്? സോ ദാറ്റ്, അതെന്തിനാന്ന് വെച്ചാൽ ഐ ഡു നോട്ട് ഫീൽ എക്സോസ്റ്റഡ്. അപ്പോൾ പിന്നെ എനിക്ക് ക്ഷീണം ഉണ്ടാവില്ലല്ലോ. ഐ ഡു നോട്ട് ഫീൽ എക്സോസ്റ്റഡ്. എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളങ്ങ് തളർന്നു പോകുമ്പോഴാണ് നമ്മൾ എക്സോസ്റ്റഡ് ആവുക എന്ന് പറയുന്നത്. അപ്പം ഞാൻ എക്സോസ്റ്റഡ് ആവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് ബ്രേക്സ് എടുക്കാറുണ്ട്. ഇതിനൊക്കെ കുറച്ചുകൂടെ നല്ല ആക്സെൻറ്റിലും നല്ല രീതിയിലൊക്കെ പറയാൻ കേട്ടോ. ബ്രിട്ടീഷ് ആക്സെൻറ്റ്, അമേരിക്കൻ ആക്സെൻ്റ് ഒക്കെ ഉണ്ട്. ഞാൻ അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഞാനൊരു സാധാരണ ഒരു ഇന്ത്യൻ ഒരു സ്റ്റാൻഡേർഡിലുള്ള ആക്സെൻറ്റ് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. എനിക്കത് ആ രീതിയിലൊക്കെ ആക്സെൻറ്റ് മാറ്റണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ഭാവിയിൽ ഞാനത് മാറ്റുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം. ഇപ്പം ഞാനത് പറഞ്ഞ ഒരുമാതിരി ഫേക്ക് ചെയ്ത് പറയുകയാണ്. അത് ഫേക്ക് ചെയ്ത് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് ഞാനത് പഠിച്ചിട്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഇടയ്ക്ക് രണ്ട് വാക്ക് ആ സ്റ്റൈൽ വരും, പിന്നെ നമ്മുടെ സാധാ മലയാളം ആക്സെൻറ്റ് വരും. അതുകൊണ്ട് വേണ്ട ഒരു ഇതിൽ. അപ്പോൾ ഇപ്പോൾ ഇത്തിരി നോർമലായിട്ട് പോട്ടെ. ആക്ച്വലി ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയരുത് എന്ന് പറയും. അത് കറക്റ്റാണ്. ഇംഗ്ലീഷ് എന്നാണ് പറയേണ്ടത്. പക്ഷെ നമ്മളത് പറഞ്ഞ ഒരു മലയാളത്തിൽ ഇംഗ്ലീഷ് എന്ന് എഴുതുമ്പോൾ നമ്മൾ ഇംഗ്ലീ എന്നല്ലേ നമ്മൾ മലയാളത്തിൽ എഴുതുന്നത് അല്ലേ, ഇംഗ്ലീഷിന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞു പോകും. അപ്പം അതൊന്നും അത്ര വലിയ കാര്യമാക്കണ്ട. നമ്മൾ കുറച്ച് എല്ലാവർക്കും മനസ്സിലാവുന്ന നല്ല സ്റ്റാൻഡേർഡിൽ പറഞ്ഞാൽ മതി, അത്രയും മതി. നീ അതൊക്കെ പോട്ടെ, നമുക്ക് പറയാം. ഇൻ ദ ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക്, ഐ യൂഷ്വലി ഹാവ് ലഞ്ച് ആൻഡ് റിലാക്സ് ഫോർ എ വൈൽ. ഐ യൂഷ്വലി ഹാവ് ലഞ്ച്, ഉച്ചയ്ക്ക് ഞാൻ സാധാരണ ഊണ് കഴിക്കാറുണ്ട്. അതിനുശേഷം റിലാക്സ് ഫോർ എ വൈൽ, കുറച്ച് നേരം ഞാൻ റിലാക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ യൂഷ്വലി എന്ന് പറഞ്ഞാൽ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യം, അങ്ങനെയാണ് പൊതുവേ ഞാൻ ചെയ്യുന്നത്. നമ്മൾ പറയില്ലേ, പൊതുവേ ഞാൻ ഊണ് കഴിക്കും, എന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കും, അതാണ് പൊതുവേ ചെയ്യുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവാം. അതുകൊണ്ട് നമുക്കൊരു പൊതുവേ എന്ന് പറയുന്നതാണല്ലോ എപ്പോഴും സേഫ്. സോ ഐ യൂഷ്വലി ഹാവ് ലഞ്ച് കഴിക്കാറുണ്ട്. ആൻഡ് റിലാക്സ് ഫോർ എ വൈൽ, കുറച്ച് നേരം. ഫോർ എ വൈൽ എന്ന് പറഞ്ഞാൽ ഒരല്പം നേരം റിലാക്സ് ചെയ്യും. ആഫ്റ്റർവേർഡ്സ് ഐ കണ്ടിന്യൂ മൈ വർക്ക് ഓർ എൻഗേജ് ഇൻ സം പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്. ആഫ്റ്റർവേർഡ്സ്,
അതാണ് അടുത്ത കണക്റ്റർ. ആഫ്റ്റർവേർഡ്സ് എന്ന് വെച്ചാൽ അതിനുശേഷം ഐ കണ്ടിന്യൂ മൈ വർക്ക്, ഞാൻ എൻ്റെ ജോലി തുടരും. ഐ കണ്ടിന്യൂ മൈ വർക്ക് മീൻസ് ഞാൻ എൻ്റെ ജോലി തുടരും. ഓർ എൻഗേജ് ഇൻ സം പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, എന്തെങ്കിലും നല്ല ഫലപ്രദമായ ചില ആക്ടിവിറ്റീസിൽ, ചില പ്രവൃത്തികളിൽ ഞാൻ എൻഗേജ് ചെയ്യും. എൻഗേജ് എന്ന് വെച്ചാൽ ഞാൻ ഏർപ്പെടും. അപ്പോൾ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്ന് സമയം കളയുന്നതല്ല, എന്തെങ്കിലും നല്ല ഒരു ഉപയോഗപ്രദമായ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ ഞാൻ ഏർപ്പെടാറുണ്ട്, അതാണ് പറയുന്നത്. ആഫ്റ്റർവേർഡ്സ് ഐ കണ്ടിന്യൂ മൈ വർക്ക് ഓർ എൻഗേജ് ഇൻ സം പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്. ഇൻ അഡീഷൻ ഐ മേക്ക് ഷ്യൂർ ടു സ്പെൻഡ് സം ടൈം ഇംപ്രൂവിങ് മൈ സ്കിൽസ് സച്ച് ആസ് റീഡിംഗ് ഓർ പ്രാക്ടീസിങ് ഇംഗ്ലീഷ്. ഇൻ അഡീഷൻ, ഇത് കൂടാതെ, അതാണ് ഇൻ അഡീഷൻ എന്ന് പറഞ്ഞാൽ. ഇത് കൂടാതെ ഐ മേക്ക് ഷ്യൂർ, ഞാൻ ഉറപ്പാക്കും. ഐ മേക്ക് ഷ്യൂർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പാക്കും. എന്താ ഉറപ്പാക്കും? ടു സ്പെൻഡ് സം ടൈം, കുറച്ച് സമയം ചെലവഴിക്കാൻ. ടു സ്പെൻഡ് സം ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ചെലവഴിക്കാൻ. എന്തിനു വേണ്ടി? ഇംപ്രൂവിങ് മൈ സ്കിൽസ്, എൻ്റെ കഴിവുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ, എൻ്റെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ. ഏത് തരത്തിലുള്ളത്? സച്ച് ആസ്. ഏത് തരത്തിലുള്ളത്? അതാണ് നമ്മൾ പറയുന്നത്. സച്ച് ആസ് റീഡിങ് ഓർ പ്രാക്ടീസിങ് ഇംഗ്ലീഷ്. ഏത് തരത്തിലുള്ള സ്കിൽസാണ്? ഇതുപോലെയുള്ള, അതാണ് അതുപോലെയുള്ള എന്ന് പറയാനാണ് സച്ച് ആസ്. ഇതുപോലെയുള്ള സച്ച് ആസ് റീഡിങ്, ഇംഗ്ലീഷ് വായിക്കുക അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുക. ഇതിന് ഞാൻ എൻ്റെ സമയം ചെലവാക്കാറുണ്ട്, അല്ലെങ്കിൽ അത് ഉറപ്പാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ, ഇംപ്രൂവ് ചെയ്യാൻ, ഡു യു സ്പെൻഡ് ടൈം എവറി ഡേ? Do you spend time for reading English, listening English and speaking English? How much time do you spend for each of the skills? Listening, reading, writing and speaking. There are 4 skills. For language learning, you have to improve 4 skills, LSRW. So each of the skills you have to spend at least 15 minutes a day. Either you can spend 15 minutes a day for each of the skills, or you can spend half an hour for one skill one day. ഞാൻ ഓർമ്മ വരുമ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയും, അല്ലാത്തപ്പോൾ പഴയ പോലെ റബ്ബർ ബാൻഡ് വലിച്ച് പിന്നെ പോകുന്ന ഇംഗ്ലീഷ് എന്ന് പറയും. അതുകൊണ്ട് നമുക്കിതൊക്കെ നാച്ചുറലാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഓർമ്മ വരുമ്പോൾ ശരിയാക്കിയാൽ മതി. മനസ്സിലായോ? ഹായ് ഉപ്പൻ. ഉപ്പൻ വന്നാൽ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഉപ്പൻ ഇവിടെ വന്നിരിപ്പുണ്ട്. ഹായ് ഉപ്പൻ, ഹൗ ആർ യു? അപ്പോൾ ഉപ്പനൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നടത്തട്ടെ. അപ്പോൾ ബൈ, ഞാൻ പഠിപ്പിക്കട്ടെ. ഇൻ ദ ഈവനിങ്, വൈകുന്നേരം, ഇൻ ദ ഈവനിങ് ഐ ഗോ ഫോർ എ വാക്ക് ഓർ ഡു സം ലൈറ്റ് എക്സസൈസ് വിച്ച് കീപ്സ് മീ ആക്റ്റീവ് ആൻഡ് റിഫ്രഷ്ഡ്. ഇൻ ദ ഈവനിങ് എന്ന് വെച്ചാൽ വൈകുന്നേരം. വൈകുന്നേരം എന്താ ചെയ്യാറ്? ഞാൻ ഐ ഗോ ഫോർ എ വാക്ക്, ഞാൻ ഒരു നടത്തത്തിന് പോകും. നടക്കാൻ പോകുന്നില്ല, ഐ ഗോ ഫോർ എ വാക്ക് എന്നാണ്. അപ്പോൾ ഫോർ എ വാക്ക് എന്ന് പറഞ്ഞാൽ നടത്തത്തിന് പോകും എന്ന് ആണ് അതിൻ്റെ അർത്ഥം. ഐ ഗോ ഫോർ എ വാക്ക് ഓർ എന്ത് ചെയ്യും? ഡു സം ലൈറ്റ് എക്സസൈസ്, കുറച്ച് ലൈറ്റ് എക്സസൈസ് ഞാൻ ചെയ്യാറുണ്ട്. ഇനി നമ്മുടെ റിലേറ്റീവ് പ്രോനൗൺ വന്നിട്ടുണ്ട്. ആ എക്സസൈസ് കൊണ്ട് എന്താണ് ഗുണമെന്നുള്ള അഡീഷണൽ ഇൻഫർമേഷൻ തരാനായിട്ട്. വിച്ച് കീപ്സ് മീ ആക്റ്റീവ് ആൻഡ് റിഫ്രഷ്ഡ്. ആ നടത്തം എന്നെ വളരെ ഊർജ്ജസ്വലനും നല്ല ഉന്മേഷമുള്ളവനും ആക്കും. അങ്ങനെയുള്ള നടത്തം എന്നാണ്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ വെറുതെ പറയാം ഐ ഗോ ഫോർ എ വാക്ക് ഓർ ഡു സം ലൈറ്റ് എക്സസൈസ് എന്ന് മാത്രം പറയാമല്ലോ. അങ്ങനെ പറഞ്ഞാൽ അത് അവിടെ തീർന്നു. പക്ഷേ നമുക്കിപ്പോൾ പറയണം, ആ പോകുന്നത് കൊണ്ട് എനിക്ക് ഇന്ന ഗുണങ്ങൾ തരുന്ന ആ നടത്തം ഒന്നും കൂടെ അഡീഷണൽ കുറച്ചധികം വിവരങ്ങൾ അതിൻ്റെ കൂടെ ചേർക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പറയണം വിച്ച് കീപ്സ് മീ ആക്റ്റീവ് ആൻഡ് റിഫ്രഷ്ഡ്. ലേറ്റർ, അതിനുശേഷം ഐ സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി ആൻഡ് ഷെയർ ദ ഇവൻറ്റ്സ് ഓഫ് ദ ഡേ. അതിനുശേഷം ഞാൻ എൻ്റെ ഫാമിലിയുടെ ഒപ്പം സമയം ചെലവഴിക്കുകയും അന്നത്തെ സംഭവങ്ങളൊക്കെ ഞാൻ അവരോട് ഷെയർ ചെയ്യുകയും ചെയ്യും. ഷെയർ ദ ഇവൻറ്റ്സ്, ഇവൻറ്റ്സ് പറഞ്ഞ സംഭവങ്ങൾ, ആ ദിവസം നടന്ന സംഭവങ്ങളൊക്കെ ഫാമിലിയുടെ കൂടെ നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ ലേറ്റർ ഐ സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി ആൻഡ് ഷെയർ ദ ഇവൻറ്റ്സ് ഓഫ് ദ ഡേ. ഇനി ഏറ്റവും അവസാനം, അപ്പോൾ ആ ദിവസം തീരാറായി,
Finally, I have dinner and unwind by listening to music or reading a book. അപ്പോൾ അവസാനമായിട്ട് ഞാൻ എന്താ ചെയ്യുക? അവസാനമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല, അന്നത്തെ ദിവസം അവസാനമായിട്ട് കേട്ടോ. അപ്പോൾ ഫൈനലി ഐ ഹാവ് ഡിന്നർ, അവസാനം ഞാൻ ഡിന്നർ കഴിക്കും. ആൻഡ് അൺവൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മൾ റിലാക്സ് ചെയ്യില്ലേ, ആ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് റിലാക്സ് ചെയ്യുന്നതിനാണ് അൺവൈൻഡ് എന്ന് പറയുന്നത്. ആൻഡ് അൺവൈൻഡ് ബൈ ലിസണിങ് ടു മ്യൂസിക്. എങ്ങനെയാണ് ഞാൻ അൺവൈൻഡ് ചെയ്യുന്നത്? ബൈ ലിസണിങ് ടു മ്യൂസിക്. ലിസണിങ് മ്യൂസിക് അല്ല, നമ്മൾ ലിസണിങ് കഴിഞ്ഞപ്പോഴും ടു ചേർക്കണമെന്നാണ് നിയമം. സോ ലിസണിങ് ടു മ്യൂസിക്. അൺവൈൻഡ് ബൈ ലിസണിങ് ടു മ്യൂസിക് ഓർ റീഡിങ് ബുക്സ്, അല്ലെങ്കിൽ ബുക്ക് വായനയിലൂടെ, റീഡിങ് ബുക്സ് വായിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാട്ട് കേട്ടുകൊണ്ട് ഞാൻ അൺവൈൻഡ് ചെയ്യാറുണ്ട്. ബിഫോർ ഗോയിങ് ടു ബെഡ് ഐ റിഫ്ലക്റ്റ് ഓൺ മൈ ഡേ ആൻഡ് പ്ലാൻ ഫോർ ദ നെക്സ്റ്റ് വൺ. ബിഫോർ ഗോയിങ് ടു ബെഡ് എന്ന് പറഞ്ഞാൽ കിടക്കാൻ പോകുന്നതിന് മുൻപ്, ബിഫോർ ഗോയിങ് ടു ബെഡ് ഐ റിഫ്ലക്റ്റ് ഓൺ മൈ ഡേ. ഞാൻ എൻ്റെ ആ ദിവസത്തെക്കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്യും. നമ്മൾ രാവിലെ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് മിനിറ്റ്സ് ഞാനൊരു റിഫ്ലക്റ്റ് ചെയ്യും, നമ്മൾ ഉറലെ തുടങ്ങിയത്. അത് വീണ്ടും വൈകുന്നേരവും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. ബിഫോർ ഗോയിങ് ടു ബെഡ് ഐ റിഫ്ലക്റ്റ് ഓൺ മൈ ഡേ. അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഞാനൊന്ന് ചിന്തിച്ച് അനലൈസ് ചെയ്യും. ആൻഡ് പ്ലാൻ ഫോർ ദ നെക്സ്റ്റ് വൺ. എന്നിട്ട് അടുത്ത ദിവസത്തേക്കുള്ള പ്ലാനുകൾ ചെയ്യും, പ്ലാൻ ഫോർ ദ നെക്സ്റ്റ് വൺ. അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിക്കും, അടുത്ത ദിവസത്തേക്ക് പ്ലാൻ ചെയ്യും. ദസ്, അങ്ങനെ I maintain a balanced and disciplined daily routine. maintain എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവുക. എന്താണ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്? Thus I maintain a balanced സന്തുലിതമായ ആൻഡ് ഡിസിപ്ലിൻഡ്, വളരെ അച്ചടക്കമുള്ള ഒരു ഡെയിലി റുട്ടീൻ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. Thus I maintain a balanced and disciplined daily routine. അപ്പോൾ കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നിങ്ങളൊരു നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് ഇത് മിററിൻ്റെ മുമ്പിൽ ചെന്ന് ഇതെല്ലാം അങ്ങോട്ട് പറയുക. പിന്നെ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണം, ഇത് ആദ്യം എഴുതിയെടുത്തിട്ട് നിങ്ങളുടെ റുട്ടീൻ എന്താണെന്ന് നോക്കി ഇതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തണം. ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയായിരിക്കും അല്ലേ. അതിൽ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും വേർഡ്സ് മാറ്റിയാൽ മതിയെങ്കിൽ അത് മാറ്റാം. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. ഇപ്പോൾ വോയിസ് മെസ്സേജ് കമൻ്റായിട്ട് ഇടാമല്ലോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൽ ചോദിച്ചാൽ ഞാൻ എൻ്റെ വോയിസിൽ തന്നെ അതിനകത്ത് മറുപടി തരാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് എഴുതുമ്പോൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇങ്ങനെ എഴുതാമോ എന്ന് ചോദിച്ചാൽ ഞാൻ അപ്പോൾ തന്നെ അത് എടുത്ത് ഞാൻ നോക്കുമ്പോൾ ഞാൻ അപ്പോൾ അതിന് വോയിസ് റിപ്ലൈ ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഈ ഒരു എഴുതിയതിന് ശേഷം നിങ്ങൾ ആ എഴുതിയത് എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി ഇടാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് എഴുതിയിട്ട് തരിക. അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ എത്ര പേര് ഇത് എഴുതുന്നു, എത്ര പേര് പ്രാക്ടീസ് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്ലീസ് ലെറ്റ് മീ നോ അബൌട്ട് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുപോലെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനൊക്കെ ചേരാൻ താല്പര്യമുള്ളവർ വിളിക്കുക. നമ്മൾ പേഴ്സണലായിട്ട് അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനും ഗ്രാമർ കോഴ്സിനും നിങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ട്യൂഷൻ, ഗ്രാമർ ക്ലാസ്, സയൻസ് ട്യൂഷൻ ഇതെല്ലാം ഉണ്ട്. പിന്നെ ലിറ്റററി ഇവൻറ്റ്സിൻ്റെ കോച്ചിങ് ഉണ്ട്, ഇംഗ്ലീഷ് പോം റെസിറ്റേഷൻ, ഇംഗ്ലീഷ് എലക്യൂഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ ഞാൻ പോസ്റ്റേഴ്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ച് ജോയിൻ ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ യു ടേക്ക് കെയർ. സദ്ഗുരേശ്വർ.